എനിക്ക് അധിക്ഷേപിച്ച് പറയുന്നതിന് ഒരു വിരോധവും ഇല്ല. കാരണം ഒരാൾ ഇത്രയും നാൾ ഇരുന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞുകൊണ്ടിരുന്നിട്ടില്ല. പക്ഷെ അത് താനേ പുറത്തേക്ക് കഴിഞ്ഞ വർഷം തന്നെ പത്രങ്ങളിൽ കൂടെയൊക്കെ ചില കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ ചില കാര്യങ്ങൾ. അത് ഇങ്ങനെ പഴയ ഇരുന്ന പാർട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരുപാട് പ്രവർത്തകരുടെ എൻ്റെ സഖാക്കളുടെ എല്ലാം ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വിലമതിക്കുന്നു. അവരോടൊക്കെ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. ആ പാർട്ടി എനിക്ക് പല അവസരങ്ങൾ തന്നു. ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ട് ജയിച്ചു. കഠിനമായി ജോലി ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും ജയിപ്പിച്ചു, അവസരം തന്നു. അടുത്ത ആളിന് വേണ്ടി നല്ലപോലെ പ്രവർത്തിച്ചു, അദ്ദേഹവും ജയിച്ചു. അതിൽ ഇനി എന്നെ എത്ര ആക്ഷേപം പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഞാൻ ഒരു വേണ്ട കുറ്റമേ ഞാൻ പറയാനില്ല. എനിക്ക് ആ പാർട്ടിയിലുള്ള ഒരാളോടും കുറവില്ല, ദേഷ്യമില്ല. പക്ഷെ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ അവിടെ വേണ്ട ആളല്ല എന്ന് എനിക്ക് നന്നായി ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ദീർഘനാളത്തെ എല്ലാവരുടെയും ഒരു എന്നോട് പല ആൾക്കാരും ഒപ്പം വരണം, ഓഫീസിലേക്ക് ഒതുങ്ങരുത്, പൊതുപ്രവർത്തകയായിട്ട് പൊതുജനങ്ങളോടൊപ്പം വേണമെന്ന് എത്രയോ പേര് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ സ്വന്തമായിട്ടങ്ങ് ഏറ്റെടുത്ത് എനിക്ക് വയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ ചെറിയ കള്ളം വരെ പറയേണ്ടി വന്നു. ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്ന കാലിനൊരു പ്രശ്നം പറ്റിയത് ബാലഗോപാൽ സാവിന്റെ ഇലക്ഷന് പോയപ്പം സ്ലിപ്പ് ചെയ്തിട്ട് ആ സിവിൽ സ്റ്റേഷനിൽ പറ്റിയതാക്കാം. 2021 മാർച്ച് 20-21 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ ആ ഒരു പരിക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം, അതൊക്കെ മാറിയിരുന്നു. പക്ഷെ മാനസികമായിട്ട് എന്നിട്ടും ഞാൻ 2.5 വർഷവും നിങ്ങളെല്ലാം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം, പാർട്ടിയുടെ സമ്മേളനത്തിനും എല്ലാ പൊതുപരിപാടിയിലും ഓടി ഓടി നടന്നുകൊണ്ടിരുന്ന ജനങ്ങൾക്കറിയാം, ഓരോ ജനത്തിനും അറിയാം ഐഷ പോറ്റി അവസരവാദിയാണോ സ്ഥാനമോഹിയാണോ. പക്ഷെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സ്പേസ് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ജനങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നവും ഇല്ല. എത്ര ആക്ഷേപിച്ചാലും എനിക്ക് ചേരുന്ന ഭാഷയല്ല. റിപ്പോർട്ടർ ചാനലിൽ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രീ അരുൺകുമാർ പറഞ്ഞത് അദ്ദേഹം വേറെ ആരുടെയെങ്കിലും കാര്യമാണ്, അല്ലാതെ ഐഷ പോറ്റിയെ അംശം പോലും ബന്ധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം ഒന്ന് നാട്ടിൽ അന്വേഷിച്ചാൽ മനസ്സിലാകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൂത്ത സഹോദരി പോയെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങിയ അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം 5 കോടിയുടെ ഞാൻ MLA ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ, അതിന്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അറിയാൻ വയ്യാത്തവരല്ലല്ലോ ആരും. ഞാനൊന്നും വലിയ ആളൊന്നുമല്ല, പക്ഷേ എനിക്കാണെങ്കിൽ പറ്റുമോ? ബാലകൃഷ്ണപിള്ള സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നോ? എഴുകോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നോ? രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കുന്നേ, ആ കല്ലിലൊക്കെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്കറിഞ്ഞൂടാ. 2006 ആവർത്തി എനിക്ക് എന്റെ മുമ്പിലുള്ളതല്ല അതൊന്നും. അതെല്ലാം ഇപ്പം പ്രസ്ഥാനം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. എന്റെ മുമ്പിൽ അതൊന്നുമില്ല. തീർച്ചയായിട്ടും 100% തെറ്റിദ്ധരിക്കരുത്. റിപ്പോർട്ടറിന്റെ അരുൺകുമാറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അത്ര മ്ലേച്ഛമായിട്ട് എന്നെ അറിയാതെ പറയരുത് കേട്ടോ. എനിക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ പറയാം, വേറെ ആരോടും അല്ല, ഇദ്ദേഹത്തോടാണ്. എന്താ ആവേശമാണെന്ന് നോക്കി. ഈ നാട്ടിലെ ജനങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ലായിരിക്കും, ഞാനൊരു കൊച്ചു സ്ഥലത്തുള്ള ആളല്ലേ, നമ്മളൊരു വലിയ ആളല്ലല്ലോ. പക്ഷേ ഈ നാട്ടിലെ ഞാൻ പ്രതിനിധീകരിച്ച നാട്ടിലെ മുഴുവൻ ആൾക്കാരെ ഒരു രാഷ്ട്രീയം നോക്കാതെ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ സാധിക്കുന്നത് ചെയ്യാൻ എന്നും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അധികാരവും ഇല്ലാഞ്ഞിട്ടും ഞാൻ എൻ്റെ വക്കീലാഫീസിൽ വരുന്നവരോടും അതുപോലെ പല കാര്യങ്ങളായിട്ട് വരുന്നവരോടും എനിക്കുള്ള പരിചയം വെച്ച് ഞാൻ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. എന്തിനു വിഷമിക്കുന്നു? എനിക്ക് ചേരുന്ന പേരല്ലത്. കാരണം എനിക്ക് ആദ്യമൊക്കെ MLA ഒക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ആദ്യ സമയം ജയിച്ചു വന്നപ്പോൾ വളരെ മോശമായിട്ട് ആ ചന്തമുക്കിലൊക്കെ ഒരു വലിയ നേതാവ് പ്രസംഗിച്ച് ആ നാട് മുഴുവൻ കേട്ടോണ്ടിരുന്നു. ആ കേട്ടതിൽ 1-2 പേര് ഇവിടെയും കാണും ചിലപ്പം. എന്ത് മ്ലേച്ഛമായിട്ട് അന്ന് എനിക്ക് സങ്കടമൊക്കെ വന്നായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിലൊന്നും ഇത് കേട്ടിട്ടില്ല. ഞങ്ങൾ വളരെ പുരാതനമായിട്ട് വളരെ ഇങ്ങനെയുള്ള ഭാഷയൊന്നും കേട്ടിട്ടില്ല. അപ്പം ഒന്നും പറഞ്ഞില്ല. ഞാനും വേറൊരു യോഗം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ ആളിന്റെ കുടുംബത്തിന് ചേരുന്നതാണ്, എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഭാഷയൊന്നും, തീർച്ചയായിട്ടും അദ്ദേഹം തിരുത്തട്ടെ എന്ന്. ഈ സൈബർ ആക്രമണത്തോടും അത്ര എനിക്കെന്താ, ഞാൻ നോക്കാറേ ഇല്ല. ഞാൻ ഈ സൈബർ മേഖലയിൽ വരുന്ന എന്താന്ന് നോക്കാൻ എന്തോ വേണേലും പറഞ്ഞോട്ടെ, എന്നെ ബന്ധിക്കത്തില്ല. അത് ഞാനല്ല, എന്നെ പറ്റി അല്ല. റിപ്പോർട്ടറിലെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്നെ പറ്റിയല്ല. എന്നെ പറ്റി നിങ്ങൾ നാട്ടിൽ അന്വേഷിച്ചാലേ ഐഷ പോറ്റി ഈ അധികാരമോഹിയാണോ അല്ലയോ എന്നുള്ള ഈ നാട്ടിലെ ജനം പറയും.
ജനം പറയും. ഞാൻ ഒരിക്കലും വേറെ ഒന്നുകൊണ്ടും പറയില്ല. സന്തോഷത്തോടെ സമാധാനത്തോടെ പറയും. ഒന്ന് അന്വേഷിച്ചോട്ടെ, അത്രയേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.